നമ്മുടെ ലാലേട്ടൻ നമുക്ക് തന്ന ഒരു പൊന്നോണ ഗിഫ്റ്റാണിത്. സത്യം പറഞ്ഞാൽ ഈ ഒരു തിരുവോണ കൈനീട്ടം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാര്യം ഇതിൻ്റെ ഓരോ നിമിഷവും നമ്മൾ വളരെ രോമാഞ്ചകരമായിട്ടാണ് ഇതിൻ്റെ ഓരോ സീനും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാര്യം ഈ ഓണത്തിന് എല്ലാ മലയാളികൾക്കും ഇതൊരു ദൃശ്യ വിരുന്ന് തന്നെയായിരിക്കും. കാര്യം ഇത്രയും നല്ലൊരു ലാലേട്ടൻ്റെ ആ മീശ വിരി എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് നാളായി കണ്ടിട്ട് അത് കാണുമ്പോഴൊരു സുഖം എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ രഞ്ജിത്ത് ഇതിൽ ലാലേട്ടനെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ മീശവിരി എന്ന് പറയുന്നത് മീശവിരി മാത്രമല്ല, മീശവിരി അധികം ഇല്ല എങ്കിലും ആ മീശ കാണാൻ പറ്റുന്ന ഒരു ത്രില്ലാണ് നമ്മൾ മാക്സിമം സന്തോഷിച്ചു. നമ്മൾ ഈ സിനിമ ഒരു ഫാമിലി പൂർണ്ണമായും തൃപ്തി വരുന്ന ഒരു ഫിലിം തന്നെയാണ്. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. ലാലേട്ടൻ നമ്മുടെ ജീവിതത്തിൽ ഒരു എന്ത് പറയാൻ ഒരു ദൃശ്യം വിസ്മയം തന്നെയാണ് ലാലേട്ടൻ തീർത്തിരിക്കുകയാണ്. ജയ് ലാലേട്ടൻ. ഇത്രയും ഗ്ലാമറുള്ള ഡ്രൈവറോ? എന്ത് ചെയ്യാനാ മോളെ, അതായിരുന്നു വിധി. ഓണം എന്തായാലും നമ്മൾ ഏറ്റെടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ആർക്കും നമ്മളത് വിട്ടുകൊടുക്കാനൊരു താല്പര്യമില്ല, ഇതിനുമില്ല. ലാലേട്ടൻ വന്നാൽ ന്യൂ ജനറേഷൻ പിള്ളേർക്കും അതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂ ജനറേഷൻ ഒന്നുമല്ല, എപ്പോഴും മീനിന് വീര്യം കൂടുന്തോറും മീനിന് പകർപ്പേറുന്നു. അതാണ് നമ്മുടെ ലാലേട്ടൻ. എപ്പോഴും നമ്മൾ അദ്ദേഹത്തോട് ഉണ്ടായിരിക്കും. ഈ ഓണം ലാലേട്ടന് മാത്രം സ്വന്തമായി. ലോഹം തന്നെയാണ് ഈ സിനിമ. തികച്ചും ലാലേട്ടൻ ആരാധകർക്കും പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു നല്ല സിനിമ രഞ്ജിത്ത് ബോളിവുഡ് സ്റ്റൈലിൽ തന്നെ എടുത്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, തികച്ചും നല്ല സിനിമയാണ്. എന്തേ ബാബു, ആദ്യം മുതലേ ഞാൻ പറയാം, ഞാനൊരു വലിയ ലാലേട്ടൻ്റെ ഫാനാണ്. ഇനിയിപ്പോൾ എത്രയൊക്കെ നടന്മാർ വന്നാൽ തന്നെയും ലാലേട്ടനെ പോലെ ഒരു അഭിനയിക്കാനുള്ള കഴിവുള്ള ഒരു നടൻ ജനിക്കത്തില്ല. ലാലേട്ടൻ്റെ ഒരു മീശ വരികയാണ് വലിയൊരു ഇഷ്ടം. പിന്നെ കോമഡി ആയാലും ഫൈറ്റ് ആയാലും എല്ലാം ഒരു അഭിനേതാവെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അതെല്ലാം ലാലേട്ടന് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തുള്ള പുതിയ പിള്ളേർ ഇപ്പോൾ പ്രേമമാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും അവരെ കൊണ്ട് അത് മാത്രമേ കഴിയത്തുള്ളൂ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ ഓളാണ്. എല്ലാം ഒരു അഭിനേതാവ് എന്തൊക്കെ ചെയ്യണം അതെല്ലാം ലാലേട്ടനെ കൊണ്ടേ പറ്റുള്ളൂ. ഒരു രഞ്ജിത്ത് ചിത്രത്തിൽ ഇപ്പം രഞ്ജിത്തിനെ നമ്മൾ കണ്ടുവരുന്ന ഒരു ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സിനിമയാണ്, ഒരു ടൈപ്പ് സിനിമയാണ്. ഏകദേശമുള്ള എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതിൽ നിന്ന് ലോഹം അതിലേറെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ക്യാമറയുടെ രീതിയിലായാലും ആ ഒരു എന്താ പറയുക, ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് ചിത്രം എടുത്തിരിക്കുന്നത്. ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും എല്ലാം തന്നെയും സ്ക്രിപ്റ്റ് വൈസ് ആയാലും എല്ലാം തന്നെയും ഒരു ഹോളിവുഡ് സ്റ്റൈൽ രീതിയിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഇനിയും രഞ്ജിത്തേട്ടൻ ഇതിനെയും കാട്ടി മികച്ച ചിത്രങ്ങൾ ഇനിയും ഞങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാലേട്ടനുമായിട്ട് ചേർന്ന് രഞ്ജിത്തേട്ടൻ ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ, ഇതിനേക്കാളും മികച്ച കൂട്ടുകെട്ടുള്ള നല്ല നല്ല ചിത്രങ്ങൾ വരുമെന്ന് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. ടീഷർട്ടിലല്ല ലാലേട്ടൻ്റെ മുഖം. ലാലേട്ടൻ്റെ മുഖം നമ്മുടെ നെഞ്ചിലാണ്. ഈ ടീഷർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം പുറത്തറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ലാലേട്ടൻ നമ്മുടെ നെഞ്ചിൽ തന്നെയാണ്. ഈ നമ്മുടെ ഓരോ ജീവിത അനുഭവങ്ങളിലും രീതികളിലും ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലെല്ലാം ലാലേട്ടനാണ് നമ്മുടെ ഒരു ഐഡിയൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. അദ്ദേഹം കഴിഞ്ഞാൽ നമുക്ക് മറ്റെന്തും ഉള്ളൂ. ലാലേട്ടൻ നമ്മുടെ ഹൃദയത്തിൽ തറഞ്ഞ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഓരോ സ്പന്ദനവും ലാലേട്ടൻ മാത്രമാണ്. ലാലേട്ടൻ കീ ജയ്. ലാലേട്ടൻ ദ യൂണിവേഴ്സ് സ്റ്റാർ കംപ്ലീറ്റ് ലാലേട്ടൻ കീ ജയ്.